സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആര്യൻസ് അക്കാദമി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 5th ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവരോടായിട്ട് ഓരോ ക്ലാസ്സിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നെക്സ്റ്റ്, വേരിയബിൾസ്. എന്താണ് വേരിയബിൾസ്? The factors which can vary from one object to another are called variables. ഒരു ഫാക്ടർ ഒന്നിൽ നിന്ന് മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമാവുമ്പോൾ വ്യത്യസ്തമാവുന്നതിനെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് the members of a group are found to be varying in many factors like sex, age, eye color, intelligence, ഹൈറ്റ്, വെയ്റ്റ്, ബ്ലഡ് പ്രഷർ എക്സെട്ര. ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഒരുപാട് ഫാക്ടേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. സെക്സ്, ഏജ്, ഐ കളർ, ഇൻ്റലിജൻസ്, അങ്ങനെ. വേരിയബിൾസ് തന്നെ രണ്ട് തരമുണ്ട്. ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ഫസ്റ്റ് വൺ. എന്താണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് നോക്കാം. ദ വേരിയബിൾസ് സെക്സ്, ഐ കളർ ആൻഡ് ഇൻ്റലിജൻസ് which cannot be numerically measured are called qualitative variables or attributes. നമുക്ക് എണ്ണം കൊണ്ട് പറയാൻ പറ്റാത്തത് അല്ലേ, സെക്സ്, ഐ കളർ, ഇൻ്റലിജൻസ്, അതിനെ നമുക്ക് എന്തെങ്കിലും അളവ് വെച്ചിട്ട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ളതിനെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയും. എ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ is one that can be identified by noting its presence or identified with the different categories of the factor. ഒരു ക്വാളിറ്റേറ്റീവ് വേരിയബിൾ നമ്മളെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? അതിൻ്റെ പ്രസൻസ് കൊണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാറ്റഗറി, ഫാക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറി കൊണ്ടാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ് വൺ, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ്. ദ അതർ വേരിയബിൾസ് height, weight, age and blood pressure which are numerically measured are called quantitative variables. നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ്, ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, ബ്ലഡ് പ്രഷർ, അതിനൊക്കെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയുന്നത്. എ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ കൺസിസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂസ് ടേക്കൻ ബൈ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ്, ഇറ്റ് ഈസ് ഫർദർ ക്ലാസിഫൈഡ് ആസ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിൻ്റെ വാല്യൂസ് എടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്കതിനെ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്നും കണ്ടിന്യൂസ് വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്യാം. ഇഫ് ദ വേരിയബിൾ ടേക്സ് സ്പെസിഫിക് വാല്യൂസ് ഓൺലി ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. അതായത് നമ്മൾ സ്പെസിഫിക് വാല്യൂസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് വെച്ചെങ്കിൽ അതിന് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയും. എക്സാമ്പിൾ, ദ വേരിയബിൾ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഫാമിലി ഡസ് നോട്ട് ടേക്ക് വാല്യൂസ് അതർ ദാൻ 0, 1, 2, 3 എക്സെട്ര. ഒരു ഫാമിലിയിൽ കുട്ടികളുടെ എണ്ണത്തിന് നമ്മളെങ്ങനെ എടുക്കുക? 0, 1, 2, 3 അങ്ങനെ അല്ലേ? 1.5, 2.5 അങ്ങനെയൊന്നും പറയില്ലല്ലോ. അങ്ങനെ 1, 2, 3 എന്ന് മാത്രം എടുക്കുമ്പോൾ നമ്മളതിനെ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയും. എ കണ്ടിന്യൂസ് വേരിയബിൾ ടേക്സ് എനി വാല്യൂ വിത്തിൻ ദ ഡിഫൈൻഡ് റേഞ്ച് ഓഫ് വാല്യൂസ്. ഒരു കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഈ ഡിഫൈൻഡ് റേഞ്ചിലുള്ള നമുക്ക് എത്ര വേണമെങ്കിലും വാല്യൂ എടുക്കാം. ബിറ്റ്വീൻ എനി ടു വാല്യൂസ് ഓഫ് എ കണ്ടിന്യൂസ് വേരിയബിൾ ആൻഡ് ഇൻഡെഫിനിറ്റ്ലി ലാർജ് നമ്പർ ഓഫ് വാല്യൂസ് മേ ഒക്കർ. കണ്ടിന്യൂസ് വേരിയബിളിലെ രണ്ട് വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഒരുപാട് ഇൻഡെഫിനിറ്റ്ലി ലാർജ് നമ്പർ നമുക്ക് വാല്യൂസ് എടുക്കാൻ സാധിക്കും. ഹൈറ്റ്, വെയ്റ്റ്, ടൈം എക്സെട്ര. ഇപ്പോൾ 50, 60 വെച്ചാൽ 51, 52 അങ്ങനെ നമുക്ക് പറഞ്ഞു പോയിക്കൂടെ? 1 മണി തൊട്ട് 2 മണി വരെ വെച്ചെങ്കിൽ 1.25, 1.5 നമുക്കങ്ങനെ എടുക്കാൻ കഴിയും. അതാണ് കണ്ടിന്യൂസ് വേരിയബിൾ. നെക്സ്റ്റ്, ലെവൽസ് ഓഫ് മെഷർമെൻറ്റ്. മെഷർമെൻറ്റിൻ്റെ ലെവൽസ് 3 ടൈപ്സ് ഉണ്ട്: നോമിനൽ, ഓർഡിനൽ ആൻഡ് കാർഡിനൽ ഡാറ്റ.
SS സ്റ്റീവൻ ആണ് ഇത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. SS സ്റ്റീവൻ ഡിസ്ക്രൈബ്ഡ് ദ ഡാറ്റ ഇൻ ടു ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ആസ് നോമിനൽ, ഓർഡിനൽ ആൻഡ് കാർഡിനൽ ഡാറ്റ. ഈ മെഷർമെൻറ്റിനെ ഡിഫറെൻറ്റ് സ്കെയിലായിട്ട് എങ്ങനെയൊക്കെ? നോമിനൽ, മലയാളത്തിൽ പറയുമ്പം നാമപരം, ക്രമപരം, സംഖ്യാപരം, അങ്ങനെ നോമിനൽ, ഓർഡിനൽ, കാർഡിനലായിട്ട് SS സ്റ്റീവൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. എ നോമിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് ഈസ് യൂസ്ഡ് ടു നെയിം കാറ്റഗറീസ് സച്ച് ആസ് ജെൻഡർ, നേഷൻ എക്സെട്ര. ഒരു നോമിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? കാറ്റഗറൈസ് ചെയ്യാം, നെയിം വെച്ച്, ജെൻഡർ, നേഷൻ എക്സെട്ര. അങ്ങനെ എക്സാമ്പിൾ, ദ കാറ്റഗറൈസേഷൻ ലൈക്ക് മെയിൽ, ഫീമെയിൽ ഇസ് എ നോമിനൽ ഡാറ്റ. മെയിൽ, ഫീമെയിൽ എന്ന് കാറ്റഗറൈസ് ചെയ്തത് ഒരു നോമിനൽ ഡാറ്റയാണ്. വൈൽ ഫില്ലിംഗ് ഹയർ സെക്കൻഡറി സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷൻ ഫോം ഫോർ അഡ്മിഷൻ we give different codes to represent data such as തിരുവനന്തപുരം 01 to കാസർഗോഡ് 14 etc. അതും നമുക്ക് എന്തായിട്ട് പറയാം? നോമിനലായിട്ട് പറയാം. കാരണം അതിന് 01, 02 അങ്ങനെ ജസ്റ്റ് നെയിം കൊടുത്തിരിക്കുകയാണ്, നമ്പർ വെച്ചിട്ട് കൊടുത്തിരിക്കുകയെന്ന് മാത്രം, കോഡ് കൊടുത്തിരിക്കുകയെന്ന് മാത്രം. ഇൻ ദ ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റ് we can put an order to the data according to the relation among the values of the variable. ഒരു ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡാറ്റയ്ക്ക് ഓർഡർ കൊടുക്കുകയാണ്. ഈ വേരിയബിൾസിലെ വാല്യൂസിൻ്റെ റിലേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഈ ഡാറ്റയ്ക്ക് ഓർഡർ കൊടുക്കുമ്പോഴാണ് അത് ഓർഡിനൽ സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് ആവുന്നത്. എക്സാമ്പിൾ, while considering the educational qualification of a group of people, we can categorize them as secondary, graduate, postgraduate, etc. Here we can rank secondary 1, higher secondary 2, graduate 3, postgraduate 4, etc. Here code 3 is surely higher than code 1, as a graduate is at a higher level than a secondary student based on educational qualifications. അതായത് നമുക്കൊരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കൺസിഡർ ചെയ്യാണെന്നുവെച്ചെങ്കിൽ ഒരു കൂട്ടം ആളുകളെടുത്തു. അതിൽ സെക്കൻഡറി, ഹയർ സെക്കൻഡറി, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നിങ്ങനെ നമ്മൾ ഓരോന്നും 1, 2, 3 പറഞ്ഞിട്ട് ഓർഡറിൽ റാങ്കും കൊടുത്തു. അതിന് നമുക്ക് ഉറപ്പായിട്ടും പറയാം കോഡ് 1 എന്ന് പറയണത് കുറച്ചുകൂടി ഹയർ റാങ്കാണ് ആർക്ക്? കോഡ് 3 ഗ്രാജുവേറ്റിന് അല്ലേ? കൃത്യമായ റാങ്ക് ഉണ്ട്, അതുകൊണ്ട് നമുക്കതിനെ ഓർഡിനൽ സ്കെയിലിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ്, ദർ ഇസ് എ സ്പെസിഫിക് ഓർഡർ ഓഫ് റാങ്ക് ഫോർ ദ കോഴ്സ് ഗിവൻ ടു ഈച്ച് കാറ്റഗറി. അതായത് ഓരോന്നിനും ഒരു സ്പെസിഫിക് ഓർഡർ ഓഫ് റാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ റാങ്ക് ഉണ്ട്. നെക്സ്റ്റ്, ദ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, മന്ത്ലി സാലറി ഓഫ് സ്കൂൾ ടീച്ചേഴ്സ്, മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് എക്സെട്ര. എക്സാമ്പിൾ ഓഫ് കാർഡിനൽ ഡാറ്റ. കാർഡിനൽ ഡാറ്റ എന്ന് പറയുമ്പോൾ ജസ്റ്റ് സംഖ്യാപരം, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ, ടീച്ചേഴ്സിലെ മന്ത്ലി സാലറി എടുത്തു കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് എടുത്തു കഴിഞ്ഞാൽ, അതൊക്കെ കാർഡിനൽ ഡാറ്റയ്ക്ക്, സംഖ്യാപരമായിട്ടുള്ള ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഡാറ്റ. ഡാറ്റ 2 തരത്തിലുണ്ട്. ബേസ്ഡ് ഓൺ ദീസ് സോഴ്സസ് ഓഫ് കളക്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ മേ ബി ക്ലാസിഫൈഡ് ആസ് പ്രൈമറി ഓർ സെക്കൻഡറി. നമ്മൾ കളക്ട് ചെയ്യുന്ന സോഴ്സിനനുസരിച്ചിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റേനെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഡാറ്റ ആർ ദോസ് വിച്ച് ഹാവ് ടു ബി കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഫോർ ദ ഫസ്റ്റ് ടൈം ഫോർ ഹിസ് ഓർ ഹെർ ഓൺ പർപ്പസ്. അവളുടെ അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ സമയം, ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റിഗേറ്റർ കളക്ട് ചെയ്യുന്നതിനാണ്, ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയാം. ഇറ്റ് ഈസ് ഫ്രഷ് ഇൻ നേച്ചർ, അതായത് ഫ്രഷ് ആയിരിക്കും. ഇൻ ദ വേർഡ്സ് ഓഫ് വെസൽ, അദ്ദേഹത്തിൻ്റെ വാക്കുള്ള വെസലിൻ്റെ വേർഡ്സിൽ എന്താ പറയുന്നത്? ഡാറ്റ ഒറിജിനലി കളക്റ്റഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആർ നോൺ ആസ് പ്രൈമറി ഡാറ്റ. നമ്മൾ ഡാറ്റ
ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യില്ലേ, ഒറിജിനലി കളക്ട് ചെയ്യില്ലേ, അതിനാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും സെക്കൻഡറി ഡാറ്റ നോക്കാം. ഡാറ്റ ഒബ്റ്റൈൻഡ് ഫ്രം എക്സിസ്റ്റിംഗ് സോഴ്സസ് which may be published or unpublished are known as secondary data. അതായത് ഓൾറെഡി പബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ അൺപബ്ലിഷ് ചെയ്ത ഒരു സോഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റ ഒബ്റ്റൈൻ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാം, സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. സെക്കൻഡറി ഡാറ്റ മേ നോട്ട് ബി ഇൻ ദ റിക്വയർഡ് ഫോം, ഒരു റിക്വയർഡ് ഫോമിലായിരിക്കണം എന്നില്ല. ദീസ് ഡാറ്റ ആർ ഒബ്റ്റൈൻഡ് ബൈ അതർ പേഴ്സൺസ് ആൻഡ് ആർ ബീയിങ് യൂസ്ഡ് നൗ അറ്റ് എ സെക്കൻഡ് ഹാൻഡ്. മറ്റുള്ള ആളുകൾ ഒബ്റ്റൈൻ ചെയ്ത് സ്വീകരിച്ച ഉണ്ടാക്കി വെച്ച ഡാറ്റയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക, അത് നമ്മളെ കയ്യിലെത്തുമ്പോൾ സെക്കൻഡ് ഹാൻഡാണ് അല്ലേ. അക്കോർഡിംഗ് ടു എംഎംബ്ലെ, സെക്കൻഡറി ഡാറ്റ ദോസ് വിച്ച് ആർ ഓൾറെഡി എക്സിസ്റ്റൻസ് ആൻഡ് വിച്ച് ഹാവ് ബീൻ കളക്റ്റഡ് ഫോർ സം അതർ പർപ്പസ് ദെൻ ദ ആൻസറിങ് ഓഫ് ക്വസ്റ്റ്യൻ അറ്റ് ഹാൻഡ്. സെക്കൻഡറി ഡാറ്റയുടെ ഡെഫിനിഷനാണ് എംഎംബ്ലെയറിൻ്റെ ഡെഫിനിഷൻ. പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഡാറ്റ സ്വീകരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ പോയിട്ട് ആ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്യും, അതൊക്കെ പ്രൈമറി ഡാറ്റ വരും. ഇപ്പോൾ എലക്ഷന് നമുക്ക് ടി വിയിൽ ഇങ്ങനെ കാണിക്കില്ലേ, ഇന്ന സ്ഥലത്ത് ഇത്ര വോട്ടിന് ജയിച്ചു എന്നൊക്കെ, അതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അത് സെക്കൻഡറി ഡാറ്റ ആയിട്ട് വരും. ഓക്കെ, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹാപ്പി വിഷു ടു ഓൾ.